ഇത് ഡ്രൈ സ്കിൻ അല്ല, സോറിയാസിന്റെ ക്ലാസിക് സൈൻ ആണ്. ഡ്രൈ സ്കിന്നും സോറിയാസിസും തമ്മിൽ തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നോർമലി നമ്മുടെ സ്കിന്ന് 28 ദിവസം കൂടുമ്പോൾ താഴെയുള്ള ലെയർ മുകളിലേക്ക് വന്ന് മുകളിലുള്ള ലെയറിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. സോറിയാസിസ് ഉള്ള ആളുകൾക്ക് ഈ ഒരു പ്രോസസ്സ് 3 മുതൽ 4 ദിവസത്തിനുള്ളിൽ ഉണ്ടാവുന്നുണ്ട്. സോ സ്കിന്ന് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നില്ല, മറിച്ച് ഒരു സ്കിന്നിന്റെ മുകളിൽ മറ്റൊരു സ്കിന്ന് വന്ന് അടിഞ്ഞുകൂടി അത് ഓരോ ലെയർ ആയിട്ട് ഫോം ചെയ്ത് ഒരു കട്ട പിടിച്ച പോലെയോ സിൽവറി കളറിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ സ്കിന്നിന്റെ ഹൈപ്പർ ആക്റ്റീവ്, അതായത് കൂടുതലുള്ള വളർച്ചയാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ സ്കിന്നിന്റെ താഴെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കട്ട പിടിച്ച സ്കിന്നും നിങ്ങൾ മെല്ലെ ഒന്ന് പൊന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ താഴെ ചെറിയ രീതിയിലുള്ള ഇങ്ങനെയുള്ള ബ്ലഡ് പാച്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ പിൻ പോയിന്റ്സ് പോലെയുള്ള ഈ ബ്ലീഡിങ്ങിന്റെ പേരാണ് ഓസ്പിഡ് സൈൻസ്. ഇതാണ് സോറിയാസിസിന്റെ ഒരു പ്രധാന ലക്ഷണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സോറിയാസിസ് ഉള്ള ആളുകൾ നിങ്ങളുടെ സോറിയാസിസ് പാച്ചസ്, സോറിയാസിസ് സ്കിന്നിന്റെ റാഷസിന്റെ ചുറ്റുഭാഗങ്ങളിൽ ചൊറിയുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് ചൊറിഞ്ഞ് ഇഞ്ചുർ ആവുമ്പോഴോ ആ ഇഞ്ചുർ ആയ സ്ഥലത്തും വീണ്ടും സോറിയാസിസിന്റെ റാഷസ് ഉണ്ടാവുന്നതും ലക്ഷണമാണ്.